നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ മാനേജറെ തല്ലി എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുകയാണ്. തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഫെഫ്ക ചില നിലപാടുകൾ പറഞ്ഞിരിക്കുകയാണ്. അതാണ് വാർത്തയായി വരുന്നത്. നടൻ ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതി വിശദമായി പരിശോധിക്കണം എന്നാണ് സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക പറഞ്ഞിരിക്കുന്നത്. ഫെഫ്ക വർക്കിംഗ് സെക്രട്ടറി സോഹൻ സിനുലാലിനെ പരാതി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി എന്നാണ് സംഘടന അറിയിക്കുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി എടുക്കുമെന്ന സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നു. അതേസമയം മാനേജറുടെ പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു. നടൻ തന്നെ മർദ്ദിച്ചു എന്ന് മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് കേസ് എടുത്തത്. കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചു എന്നാണ് വിപിൻ കുമാർ പരാതിയിൽ പറയുന്നത്. വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും ടോവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതിനാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് വിപിൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചത് എന്നാണ് വിപിൻ പറയുന്നത്. തന്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചു. മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയിലാണ് ഉണ്ണി മുകുന്ദൻ എന്നും അത് പലരോടും തീർക്കുകയാണ് എന്നും മാനേജർ വിപിൻ ആരോപിച്ചു. 6 വർഷമായി ഉണ്ണിക്കൊപ്പം ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. പല കളിയാക്കലുകളും കേട്ടാണ് നിന്നത്. അടുത്ത കാലത്ത് പുള്ളിക്ക് പല ഫ്രസ്ട്രേഷനുകളും കാര്യങ്ങളും ഉണ്ട്. മാർക്കോയ്ക്ക് ശേഷം ഒരു പടം കറക്റ്റായി കിട്ടിയില്ല. ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ടു. പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്നും ഗോകുലം പിന്മാറി. ഇത്തരം പല ഫ്രസ്ട്രേഷനും ഉണ്ട്. ഇതെല്ലാം കൂടെയുള്ളവരോടാണ് തീർക്കുന്നത് എന്നുകൂടി ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ പറയുകയാണ്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോ എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടന്റ് ആണ്. 18 കൊല്ലമായി ഈ സിനിമാ രംഗത്തുണ്ട്. നരിവേട്ട എന്ന സിനിമ ഞാൻ പ്രവർത്തിച്ച സിനിമയാണ്. അതിനെ അഭിനന്ദിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടു. അത് ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ല. രാത്രി എന്നെ വിളിച്ച് എന്നോട് ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു എന്നാണ് വിപിൻ പറയുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്റെ ഭാഗത്ത് ഇത്തരം ഒരു തെറ്റ് പറ്റിയിട്ടില്ല. അതായത് നരിവേട്ടയുമായി ബന്ധപ്പെട്ടല്ല, ടോവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള നീക്കമാണ് ഈ മാനേജർ നടത്തുന്നത്. ഇതിനു പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദനും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതിനിടയിൽ ഫെഫ്ക ഈ മാനേജറുടെ പരാതി വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് പുറത്തേക്ക് വരുന്നത്.